നമ്മൾ സാധാരണ വിഷമങ്ങളെ ഡിപ്രഷൻ ആയിട്ട് കണക്കാക്കാറുണ്ട്. ആളുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ എന്നുള്ളത്. ശരിക്കും എന്താണ് ഡിപ്രഷൻ? ഞാൻ ഇനി പറയാൻ പോകുന്ന 9 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾക്ക് 2 ആഴ്ചയിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡിപ്രഷൻ അടിമയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്ഥായിയായി കാണുന്ന വിഷാദമാണ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, നമ്മൾ മുന്നേ എൻജോയ് ചെയ്ത കാര്യങ്ങൾക്ക് ഇപ്പം വലിയ തോതിൽ സന്തോഷം കിട്ടുന്നില്ല. മൂന്നാമത്തത്, നമുക്ക് അകാരണമായി ക്ഷീണം അനുഭവപ്പെടും. നാലാമത്തതാണ് തീരെ ഉറക്കം കിട്ടാത്ത അവസ്ഥ. പിന്നെയുള്ളത് വിശപ്പില്ലായ്മയാണ്. ആറാമത്തതായിട്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു കോൺസെൻട്രേഷൻ കിട്ടില്ല. ഏഴാമതായിട്ട് നമ്മുടെ ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഒക്കെ വേഗത കുറയുന്ന ഒരു അവസ്ഥ. എട്ടാമതായിട്ട് ജീവിതത്തിൽ കാര്യമായ പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ. 9ാമതായിട്ട് ആത്മഹത്യ പ്രവണതയാണ്. പിന്നെ ഇതിനോട് പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റാണ് മദ്യത്തോടും മറ്റു ലഹരി വസ്തുക്കളോടുമുള്ള അമിത ആസക്തി എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം തുടർച്ചയായി 2 ആഴ്ചക്കാലം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അത് ഒരു വിഷാദ രോഗത്തിന്റെ തുടക്കമാണ്.